नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम नक्सड़ी राजकुमारी नाम की कहानी पढ़ा था, है ना? याद है ना कहानी? नक्सड़ी राजकुमारी का अर्थ क्या है? നക്സടി രാജകുമാരിക്ക് അർത്ഥ ഹേ ദ ഹോട്ടി പ്രിൻസസ് അല്ലേ? എന്താണ് അഹങ്കാരിയായിട്ടുള്ള രാജകുമാരി എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ഒരു പാരഗ്രാഫ് നമ്മൾ പഠിച്ചിരുന്നു. പേജ് നമ്പർ 83 ആയിരുന്നു. എന്തായിരുന്നു എൻ്റെ സ്റ്റോറി എന്നുള്ള ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഒരു ഫാമിലിയിൽ അച്ഛൻ, അമ്മ, 2 മക്കളുണ്ട്. അപ്പോൾ അതിലത് ഒരു കുട്ടി എന്താണ്, കാലിന് സ്വാധീനമില്ലാത്ത വീൽ ചെയറിലിരിക്കുന്ന ഒരു കുട്ടിയാണല്ലേ. അപ്പോൾ ആ കുട്ടിയാണ് അതിൻ്റെ അനിയത്തി. ആ കുട്ടിയുടെ അനിയത്തി പറയുന്നത് എന്താണ്? അവൾ വളരെ അഹങ്കാരിയായിട്ടുള്ള രാജകുമാരിയെ പോലെയാണ്. കാരണം എപ്പോഴും അവളുടെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അവൾ എല്ലാവർക്കും ഹുക്കും ഓർഡേഴ്സ് കൊടുക്കുമായിരുന്നു. അതുപോലെ അവളെ സെർവ് ചെയ്യാൻ അവളുടെ അച്ഛനും അമ്മയും എപ്പോഴും കൂടെയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഭാരം മൊത്തം ആരുടെ മുകളിലാണ്? ഈ അനിയത്തിക്കുട്ടിയുടെ മുകളിലാണല്ലേ. അപ്പോൾ എന്താണ് ഈ നക്സടി രാജകുമാരിയുടെ പേരെന്താണ്? പെനി എന്നാണ്. അതുപോലെ അനിയത്തിക്കുട്ടിയുടെ പേരെന്താണ്? പെറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർമ്മയുണ്ടല്ലോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പേജ് നമ്പർ 84. देखो दूसरा पैराग्राफ. मेरा स्कूल घर से इतनी दूर है कि मुझे वहाँ पहुँचने के लिए बस में घंटों बिताने पड़ते हैं. लेकिन नक्सड़ी राजकुमारी घर के पास वाले एक नए स्कूल में अपनी व्हील चेयर पर बैठकर 1 सेकंड में पहुँच जाती है. जब बारिश होती है तो पापा नक्सड़ी राजकुमारी को सिंहासन के साथ कार में ला देते हैं और 1 सेकंड में घर पहुंच जाते हैं. वहीं मैं कीचड़ में पीले रंग के गंदे रेनकोट को पहने घंटों बस का इंतज़ार करती हूँ. गर्मी की छुट्टियों में मेरे सभी मित्र घूमने फिरने के लिए गए हैं. सिर्फ मैं ही यहाँ सड़ रही हूँ. मम्मी कहती है कि नक्सड़ी राजकुमारी के पैरों के लिए महंगे ब्रेसेस माने पैरों को सहारा देने के उपकरण खरीदे गए हैं, इसलिए पैसे ही नहीं बचे हैं. भला नक्सड़ी राजकुमारी को उनकी क्या ज़रूरत? वह कैसे भी दिन भर अपने सिंहासन पर विराजमान करती है. वह कभी कभी थोड़ा सा चलती है, जैसे किसी रेस्टोरेंट के बाथरूम तक जाना जिसके दरवाजे में उसकी व्हील चेयर घुसती ही नहीं. अब നമുക്ക് നോക്കാം എന്താണ്. मेरे स्कूल घर से इतनी दूर है. किसके स्कूल? पेटी के स्कूल घर से इतनी दूर है कि मुझे वहाँ पहुँचने के लिए बस में घंटों बिताने पड़ते हैं. तो पेटी को अपने स्कूल पहुँचने में बहुत अधिक समय लगते हैं, बहुत अधिक समय बिताने पड़ते हैं. खंड क्या है? खंड खंड माने और नाना. खंड माने और മണിക്കൂറുകൾ എന്നുള്ളതാണ് കേട്ടോ. और बिताना, बिताना का अर्थ है टू स्पेंड. बिताना क्या है? ടു സ്പെൻഡ്, ചിലവഴിക്കാം. मेरा स्कूल घर से इतनी दूर है. എൻ്റെ സ്കൂൾ വീട്ടിൽ നിന്നും വളരെയധികം ദൂരത്തിലാണ്. എത്രത്തോളമാണ്? कि मुझे वहाँ पहुँचने के लिए, എനിക്ക് ആ സ്കൂളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ബസ്സിൽ ഘണ്ടോം ബിതാനെ പഡ്തേ ഹേ, മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. മണിക്കൂറുകളോളം ബസ്സിലിരുന്നെങ്കിൽ മാത്രമേ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടല്ലോ. घर के पास वाले नए स्कूल में, വീടിൻ്റെ അടുത്തുള്ള, पास वाले അടുത്തുള്ള, नए स्कूल, नए क्या है? नए का मतलब है न्यू, പുതിയ സ്കൂളിൽ अपनी व्हील चेयर, क्या है व्हील चेयर? देखो यहाँ पहिയേദാർ കുർസി. വീൽ ചെയർ क्या है? पहिയേദാർ കുർസി. നമുക്കറിയാലോ വീൽ ചെയർ എന്താണ്? ചക്രങ്ങളുള്ള കസേര, അതായത് ഉരുണ്ട് പോകുന്ന ചക്രങ്ങളുള്ള കസേര, അതാണ് വീൽ ചെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടി എന്താ, വീടിന് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു പുതിയ സ്കൂളിൽ വീൽ ചെയറിൽ पर बैठकर, വീൽ ചെയർ पर बैठकर, ഈ വീൽ ചെയർ കയറി ഇരുന്നിട്ട് 1 സെക്കൻഡ് में पहुँच जाती है, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്കൂളിൽ എത്തിച്ചേരും. അപ്പോൾ പെറ്റി എങ്ങനെയാണ്? പെറ്റി ഇങ്ങനെ മണിക്കൂറുകളോളം ബസ്സിനകത്ത് ചിലവഴിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പെനിക്കോ വീടിനടുത്ത് തന്നെ പുതിയ സ്കൂളാണ്, വീടിനടുത്ത് തന്നെയാണ്, 1 സെക്കൻഡ് മതി വീൽ ചെയർ കയറിയിരുന്ന സ്കൂളിൽ എത്തിച്ചേരാം. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പെറ്റിക്ക് എന്താണ്, പെനിയോട് വളരെയധികം ദേഷ്യമാണ്. കാരണം അമ്മയും അച്ഛനും കൂടുതൽ കെയർ ആർക്ക് കൊടുക്കുന്നു?
നമ്മുടെ പെനിക്ക് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടിക്ക് അതെന്താണ് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. जब बारिश होती है, बारिश क्या है? बारिश का अर्थ है वर्षा, മഴ, റെയിൻ. जब बारिश आती है, എപ്പോഴാണോ മഴ പെയ്യുന്നത്, तो पापा नक्चड़ी राजकुमारी को सिंहासन के साथ कार में लाते हैं. മഴ പെയ്യുന്ന സമയത്ത് പാപ്പ എന്ത് ചെയ്യും? പാപ്പ മീൻസ് ഫാദർ നക്ചടി രാജകുമാരിയെ സിംഹാസൻ കെ സാത്ത്, അവളുടെ ആ ഒരു വീൽ ചെയർ ഉണ്ടല്ലോ, അതിനാണ് ഈ കുട്ടി കളിയാക്കി പറയുന്നത് സിംഹാസൻ. അപ്പോൾ അവളുടെ സിംഹാസനത്തോടു കൂടി തന്നെ कार में ला देते हैं. लादना माने टू लोड. लादना, लादना ടു ലോഡ്. അതായത് പാപ്പ എന്ത് ചെയ്യും? പാപ്പ ഈ കുട്ടിയെ ആ വീൽ ചെയറോട് കൂടിയാണ് കാറിലേക്ക് എടുത്ത് ഇരുത്തുന്നത്. വഹി മേ कीचड़ में पीले रंग के गेंदे रेनकोट को पहने खंडो ബസ് കാ इंतजार करती हूँ. എന്നിട്ടോ അപ്പോൾ ഈ കുട്ടിയെ മഴയാണെങ്കിൽ കാറിലേക്ക് എടുത്ത് ഇരുത്തുക. 1 സെക്കൻഡ് में घर पहुंच जाता है. ഒറ്റ മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തിച്ചേരും. കാരണം വീടിൻ്റെ തൊട്ടപ്പുറത്താണ് സ്കൂൾ അല്ലേ. അപ്പോൾ അധികം സമയം വേണ്ട, 1 സെക്കൻഡ് കൊണ്ട് തന്നെ പോയി വരാനുള്ള സമയമുള്ളൂ. വഹി മേം, പക്ഷേ ഞാനോ कीचड़ में. कीचड़ क्या है? कीचड़ का अर्थ है मड. कीचड़ മഡ്, ചെളി എന്നുള്ള അർത്ഥമാണ്. കീച്ചഡ് ക്യാ ഹേ? മഡ്. പക്ഷെ ഞാനോ ആ കീച്ചഡിൽ, ആ ചെളിയിൽ പീലേ രംഗ് കെ ഗന്ദേ റെയിൻകോട്ട് കോ പെഹനെ, മഞ്ഞ നിറത്തിലുള്ള പീല, പീല കോൺസി രംഗ്? മഞ്ഞ. പീല രംഗ് കെ, മഞ്ഞ നിറത്തിലുള്ള ഗന്ദേ, ഗന്ദേ മാനെ ഡേർട്ട്. ക്യാ ഹേ? ഡേർട്ടി, അതായത് വൃത്തികെട്ട, വൃത്തിയില്ലാത്ത. ഗന്ദേ റെയിൻകോട്ട് കോ പെഹനെ, ഞാൻ മഞ്ഞ നിറത്തിലുള്ള വൃത്തികെട്ട റെയിൻകോട്ട് ഇട്ടിട്ട് ഘണ്ടോ മണിക്കൂറുകളോളം ബസ് കാ ഇന്തിസാർ കർത്തി ഹൂം, ബസ്സിനെ കാത്തു നിൽക്കണം. ഇന്തിസാർ കർണ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മണിക്കൂറുകളോളം മഴയാണെങ്കിലും എന്നെ വിളിക്കാൻ ആരും വരാനില്ല. അച്ഛനാണെങ്കിൽ അവളെ വിളിക്കാൻ കാറിൽ പോവും. പക്ഷേ ഞാനോ മണിക്കൂറുകളോളം ഈ അഴുക്ക, ആ ചെളിയിൽ, പിന്നെ ആ കൊള്ളാത്ത മഞ്ഞ കോട്ടിട്ട് എന്ത് ചെയ്യണം? ഞാൻ ബസ്സിൽ കയറി വേണം ഇവിടെ വരാൻ. गर्मी की छुट्टियों में मेरे सभी मित्र घूमने फिरने के लिए गए हैं. गर्मी, गर्मी माने हॉट, चूട്. गर्मी की छुट्टियों, അതായത് ആ വേനൽക്കാല അവധിയിൽ. गर्मी की छुट्टियां क्या है? വേനൽക്കാല അവധിയിൽ, ഹോളിഡേയ്സിൽ. മേരെ സഭി മിത്ര, എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഘൂംനെ ഫിർനെ കെ ലിയെ ഗയേ ഹെ, എല്ലാവരും എന്ത് ചെയ്യും? വേനൽ അവധിക്ക് എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തു പോകാറുണ്ട് അല്ലേ. സമ്മർ ഹോളിഡേയ്സ് എല്ലാവരും ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി കളിക്കാറുണ്ട്. അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ അച്ഛനമ്മമാർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ, നമ്മുടെ പെറ്റിയുടെ എല്ലാ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയുമായിട്ട് പുറത്തു പോകാറുണ്ട്. സിർഫ് മേ ഹി, എന്നാൽ ഞാനോ ഹാം സഡ് റഹി ഹൂ, ഇവിടെ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണ്. എനിക്ക് എങ്ങും പുറത്തു പോകാനുമില്ല, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. അപ്പോൾ എന്താ, കുട്ടിക്ക് അപ്പോഴും മനസ്സിൽ ഭയങ്കര വിഷമമാണ്. കാരണം അവളെ ആരും ശ്രദ്ധിക്കുന്നില്ല, അവൾക്ക് വേണ്ടുന്ന കെയർ ആരും കൊടുക്കുന്നില്ല എന്നുള്ള സങ്കടമാണ് പെറ്റിക്ക്. മമ്മി കഹത്തി ഹെ, മമ്മി പറയും कि नक्चड़ी राजकुमारी के पैरों के लिए महंगे ब्रेसिस यानी पैरों को सहारा देने के उपकरण खरीदे गए हैं. മമ്മി പറയും നക്ചടി രാജ്കുമാരിക്ക് പൈറോ കേലിയെ, നക്ചടി രാജ്കുമാരിയുടെ കാലുകൾക്ക് വേണ്ടിയിട്ട്, പൈറോ കേലിയെ കാലുകൾക്ക് വേണ്ടിയിട്ട്, മഹങ്കെ, ക്യാ ഹേ മഹങ്കെ മാനെ ദേക്കോ കീംതി, ക്യാ ഹേ കീംതി വില കൂടിയത്, ക്യാ ഹേ മഹങ്കെ കീംതി വില കൂടിയ ബ്രേസിസ്, ബ്രേസിസ് എന്ന് പറയുന്നത് പേരോങ്കോ സഹാര ദേനേക്ക് ഉപകരണം, കാലുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ബ്രേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉപകരണത്തിന് വളരെയധികം വില കൂടുതലാണ്. ആ സാധനം വാങ്ങണമെങ്കിൽ ഒത്തിരി പൈസയാവും. അപ്പോൾ മമ്മി പറയും എന്താ, തൻ്റെ നക്ചടി രാജ്കുമാരിക്ക് ഈ ബ്രേസിസ് വാങ്ങാൻ ഒത്തിരി പൈസയായി. ഇസിലേ പൈസ ഹി നഹീം ബച്ചേ, അതുകൊണ്ട് ഇനി പൈസയൊന്നും ശേഷിക്കുന്നില്ല, പുറത്തു പോകാനും ഒന്നിനുള്ള പൈസയില്ല. ഭല നക്ചടി രാജ്കുമാരിക്ക് ഉനക്ക് ക്യാ ജറൂറത്ത്. അപ്പോൾ ഈ കുട്ടി പറയാണ്, പെറ്റി പറയാണ്, എന്തിനാണ് ഈ നക്ചടി രാജ്കുമാരിക്ക്, ഈ പെനിക്ക് എന്തിനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത്? അവൾക്ക് വീൽ ചെയർ ഉണ്ട്, പിന്നെ എന്തിനാ അവൾക്ക് ബൈസാഖ്യാം ക്യാ ഹേ ക്രച്ചസ് ഉണ്ട്, പിന്നെ അവൾക്ക് എന്തിനാണ് ഈ ബ്രേസിസ് വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ആര് പറയാണ്? പെറ്റി പറയാണ്. वो वैसे भी दिन पर अपने सिंहासन पर विराजमान करती है. वैसे भी അവൾ എന്താണ്, ദിൻ ഭർ ദിവസം മുഴുവനും അപ്പനെ സിംഹാസൻ പർ തൻ്റെ സിംഹാസനത്തിലിരുന്ന് विराजमान रहती है. क्या है विराजमान का अर्थ है? हाँ देखो, बैठना. क्या है विराजमान? बैठना यानी
സിറ്റിംഗ് എന്ന് പറയാം കേട്ടോ. विराजमान, बैठना, സിറ്റ്. അവളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്താ ഒരു രാജകുമാരിയെ പോലെ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയല്ലേ. വഹ് കഭി കഭി ഥോഡാസ ചൽത്തി ഹെ. അവൾ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും? ഥോഡാസ ചൽത്തി ഹെ, കുറച്ചൊക്കെ ആ ക്രച്ചസിൻ്റെ സഹായത്തോടു കൂടി നടക്കാറുണ്ട്. ജैसे किसी रेस्टोरेंट के बाथरूम तक जाना, जिसके दरवाजे में उसकी വീൽ ചെയർ घुसती ही नहीं. എപ്പോഴാണ് ഈ കുട്ടി എണീറ്റ് നടക്കുന്നത്? ജയ്സെ കിസിക്ക് റെസ്റ്റോറൻറ്റ് ബാത്റൂം തക് ജാന. എപ്പോഴാണോ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ അവർ പോകുമല്ലോ, ഫുഡ് കഴിക്കാനൊക്കെ പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പം ബാത്റൂമിൽ പോകണം. അപ്പോൾ ബാത്റൂമിൽ വാഷ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് എന്താണ്, ഈ വീൽ ചെയറുമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ ചിലപ്പോൾ സ്റ്റെപ്പ് ഉണ്ടാവും, പടി കയറണമായിരിക്കും. അപ്പോൾ എന്താണ്, ഈ വീൽ ചെയർ അങ്ങോട്ട് ഉരുട്ടി കയറാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും കുട്ടി? പതുക്കെ ക്രച്ചസിൻ്റെ സഹായത്തോടു കൂടി പതുക്കെ നടന്നു പോവാറുണ്ട്. एक दिन, ഒരു ദിവസം, नक्चड़ी राजकुमारी अपने झूले पर लेटकर आराम से किताब पढ़ रही थी. तभी पेड़ के पीछे उसका सिंहासन खड़ा देखकर मुझे एक आइडिया आया. आज मैं राजकुमारी बनूंगी. मैं छट से मुलायम गेंदी वाले सिंहासन पर बैठ गई. व्हील चेयर यानी सिंहासन को मिट्टी और घास पर चलाना काफ़ी कठिन था, इसलिए मैं उसे खींचकर सामने के बरामदे में लाई. अब मेरा हर मिनट इसी सिंहासन पर बीतेगा, मैंने अपने आप से कहा. एक दिन नक्चड़ी राजकुमारी, ഒരു ദിവസം ഈ नक्चड़ी राजकुमारी अपने झूले पर लेटकर आराम से किताब पढ़ रही थी. झूले, झूले क्या है? झूले का अर्थ है स्विंग्स. झूല എന്താണ്? സ്വിങ്, ഊഞ്ഞാൽ. झूले സ്വിങ്സ് ബഹുവചനാണ്, ഏകവചൻ ബഹുവചൻ. देखो झूले, സ്വിങ്സ്, ഊഞ്ഞാൽ. തൻ്റെ ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് എന്താ വിശ്രമിക്കുകയാണ്. എങ്ങനെ വിശ്രമിക്കുന്നു? കിതാബ് പഠ് രഹി ഥി, പുസ്തകം വായിച്ചുകൊണ്ട് അവളിങ്ങനെ വിശ്രമിക്കുകയാണ്. एक दिन नक्चड़ी राजकुमारी अपने झूले पर लेटकर आराम से किताब पढ़ रही थी. ഒരു തവണ അവൾ തൻ്റെ ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് പുസ്തകം വായിക്കുന്ന സമയത്ത് तभी पेड़ के पीछे उसका सिंहासन खड़ा देखकर मुझे एक आइडिया आया. तभी, ആ സമയത്ത് പെട്ടെന്ന് തന്നെ, പേട് കെ പീछे, മരത്തിന് പുറകിലായിട്ട്, ഉസ്കാ സിംഹാസൻ ഖടാ ദേക്കർ, അവളുടെ സിംഹാസനം വീൽ ചെയർ ഇരിക്കുന്നത് കണ്ടിട്ട് മുझे एक आइडिया आया, എനിക്ക് एक आइडिया आया. क्या है आइडिया? ഐഡിയ മാനെ ഐഡിയ, IDEA, ഐഡിയ. ഐഡിയ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആലോചന, ഒരു ഉപായം. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഉപായം വന്നു. ആജ് മേ രാജ്കുമാരി ബനൂങ്കി, ഇന്ന് ഞാൻ രാജ്കുമാരിയാകും. അവളാ നക്ചടി രാജ്കുമാരി. എങ്ങനെ രാജകുമാരി ആവുന്നത്? ആ വീൽ ചെയറിൽ ഇരിക്കുമ്പോഴല്ലേ. അതാണല്ലോ അവളുടെ സിംഹാസനം. അപ്പോൾ ഈ സിംഹാസനം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പെറ്റിക്ക് എന്ത് വന്നു? പെട്ടെന്ന് ഐഡിയ വന്നു, ഇന്ന് ഞാൻ എന്താണ് രാജകുമാരിയാവും. അവളുടെ വീൽ ചെയറിൽ ഞാൻ കയറിയിരിക്കും, അപ്പോൾ എനിക്ക് രാജ്കുമാരിയാവാം. ആജ് മേ രാജ്കുമാരി ബനൂങ്കി. मैं छट से मुलायम गेंदी वाले सिंहासन पर बैठ गई. मुलायम, मुलायम का अर्थ है कोमल. क्या है मुलायम? कोमल, കോമളമായിട്ടുള്ളത് എന്നാണ് കേട്ടോ. സോപ്പിൻ്റെയൊക്കെ പരസ്യം ഹിന്ദിയിൽ കേട്ടാൽ അറിയാം. അതിനകത്ത് പറയും മുലായം, മുലായം ത്വച എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? സോഫ്റ്റ്, മുലായം, കോമൽ, സോഫ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താ? मुलायम गद्दी वाले സിംഹാസൻ पर बैठ गई. ഗദ്ദി, ഗദ്ദി क्या है? ഗദ്ദി का अर्थ है പാഡഡ്, അതായത് വളരെ സോഫ്റ്റ് പാഡഡ് ആയിട്ടുള്ള ആ ഒരു വീൽ ചെയറിൽ കയറിയിരുന്നു. വീൽ ചെയർ യാനി സിംഹാസൻ കോ മിഡ്ഡി और घास पर चलाना काफ़ी कठिन था. എന്നാൽ ഈ വീൽ ചെയർ അല്ലെങ്കിൽ ഈ സിംഹാസനം, വീൽ ചെയർ യാനി സിംഹാസൻ, വീൽ ചെയർ അല്ലെങ്കിൽ ഈ സിംഹാസനം, മിഠി, മിഠി क्या है? മണ്ണ്, മണ്ണിലോ, ഘാസ്, പുല്ല്, പുല്ലിലോ, ചലാന, മണ്ണിലോ ഈ പുല്ലിലോ ഒക്കെ അതിലിങ്ങനെ ഉരുട്ടുക എന്ന് പറയുന്നത് കാഫി കഠിൻത, വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാഫി കഠിൻ ക്യാ ഹെ? മുഷ്കിൽ, വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇസിലിയെ, ഇതുകൊണ്ട് മേ ഉസെ ഖീഞ്ചിക്കർ സാമനെക്ക് ബരാമദേ മേ ലായി, അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ആ വീൽ ചെയർ ഇങ്ങനെ വലിച്ചുകൊണ്ട് സാമനേക്ക്, അടുത്തുള്ള, ബരാമദേ, ബരാമദേ ക്യാ ഹെ? പോർച്ച്. ക്യാ ഹെ ബരാമദേ? പോർച്ച്, പോർച്ച്, ബരാമദേ. അടുത്തുള്ള ആ ഒരു പോർച്ചിലേക്ക് ഞാൻ വന്നിട്ടോ, അബ് മേരാ ഹർ മിനിറ്റ് ഇസി സിംഹാസൻ പർ ബീതേഗ,
ഇനി എൻ്റെ ഓരോ നിമിഷവും ഈ സിംഹാസനത്തിലായിരിക്കും ഞാൻ ചിലവഴിക്കുക. ബീത്തേക ടു സ്പെൻഡ്, ചിലവഴിക്കുക. മേനെ ആപ്നെ ആപ്സെ കഹ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അപ്പോൾ ഇനി എന്തായിരിക്കും? ആ കുട്ടി ആ വീൽ ചെയറിലിരുന്നിട്ട് അവൾ രാജകുമാരിയെ പോലെ വിരാജിക്കും എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും.